ഹലോ. പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ മോൻ ഒരു സംഭവം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള സാധനം പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ 3 ഐറ്റംസാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. സ്വീറ്റ് കോൺ, ചീസ്, പിന്നെ നാച്ചോസ് ചിപ്സ് ഉണ്ടല്ലോ അത്. അപ്പോൾ കോണ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായി കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം അപ്പോൾ കോൺ ശരിക്കും നമുക്കിങ്ങനെ പീസായിട്ട് വരും. ബോയിൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കട്ടായി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്, നമുക്ക് അങ്ങനെ കടിച്ചെടുക്കാനാണല്ലോ. അങ്ങനെ എടുത്തതിന് ശേഷം നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് സംഭവം റെഡി ആയോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, റെഡി ആയിട്ടില്ല, എന്നോട് കോൺ വേവിച്ച് വെക്കാൻ മാത്രമല്ലേ നീ പറഞ്ഞുള്ളൂ എന്ന്. അപ്പോൾ കോണൊക്കെ വെന്ത് കഴിയുമ്പോൾ ഞാനൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി സ്ട്രെയിനിലേക്ക് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഈ സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കോണും ചീസൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതെന്നെ കാണിച്ചു തരികയാണ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ഇട്ട് കൊടുത്തു. വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഇച്ചിരി ഒരു 2-3 കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. 2 കഷ്ണം ചീസും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. കാരണം ഇതിൽ ഉപ്പ് ആവശ്യത്തിന് നേരത്തെ ഇട്ടതുകൊണ്ട് ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായി കുറുകി ക്രീമി ആയി വരണം എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് ക്രീമി ആയി വരാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചീസ് ഒഴിച്ചു കൊടുത്തു. ലിക്വിഡായിട്ടുള്ള ചീസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത്. രണ്ടാമത് ഞാൻ അതാ ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾക്ക് ഏത് നാച്ചോസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നാച്ചോസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കോൺ മിക്സ് ഉണ്ടല്ലോ, കോൺ ചീസ് മിക്സ്, ആ നാച്ചോസിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നാച്ചോസും ആ കോൺ ചീസ് സ്പ്രെഡും കൂടി രണ്ടും കൂടി എടുത്ത് അങ്ങനെ കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലോണം എരിവൊന്നും ഉണ്ടാകാൻ പാടില്ല. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടി ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അച്ഛന് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാനും കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കോണൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ എന്തായാലും ലേസും നാച്ചോസൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.